അങ്ങനെ അവന്തികയുടെ നവീന്റെ വിവാഹം ഉറപ്പിച്ചത് എനിക്ക് വലിയ സന്തോഷമാവുകയാണ്. ഇനി നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന കാര്യം വീട്ടിൽ പറയണമെന്ന തീരുമാനത്തിലായിരുന്നു അനി. അപ്പോഴാണ് ചില പ്രശ്നങ്ങൾ വരുന്നത്. അനി ഇപ്പോൾ മൂർത്തി ജ്വല്ലറിയിലെ MD ആണെന്നും അനി ബിസിനസ്സിൽ വളരെ സജീവമാണെന്ന് മനസ്സിലാക്കിയ അനാമിക അനിയെ എങ്ങനെയെങ്കിലും ചാക്കിലാക്കി തന്റെ വരുതിയിലാക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ വീണു പറയുന്നുണ്ട്, അനന്തപുരിയിലെ കാര്യങ്ങളെല്ലാം മോൾ അറിഞ്ഞു കാണുമല്ലോ. അനിയാണ് ഇപ്പോൾ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത്. അതുകൊണ്ട് അനിയെ നമ്മളെ വരുതിയിലേക്ക് കൊണ്ടുവരണം. അത് കേട്ട് അനാമിക പറയുന്നുണ്ട്, ഇനി എന്തായാലും അവൻ്റെ കൂടെ ഒരു ജീവിതം ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എന്നെ വേണ്ടാത്തവനെ എനിക്കും വേണ്ട. ആ സമയം വേണു പറയുന്നുണ്ട്, മോൾ അങ്ങനെ പറയരുത്. മോൾ അനിയുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. അങ്ങനെ അനന്തപുരിയിൽ കയറി കൂടണം എന്നൊക്കെ പറയുന്നുണ്ട് വേണു. അത് ഇനി എങ്ങനെ പറ്റുക അച്ഛാ? അല്ലാത്തൊരു നാണം കെട്ടാണ് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയത്. ഇനി അവിടെ കയറി കൂടുക എന്ന് പറയുന്നത് അത് ശരിയാകുമെന്ന് തോന്നുന്നില്ല അച്ഛാ. മാത്രമല്ല എനിക്ക് ആ നന്ദുവിനെയാണ് ഇഷ്ടം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് വലിയ കാര്യമായിട്ടാണ് അവൻ കാണുന്നത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അച്ഛൻ ചില വഴികൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ വേണു പറയുന്നുണ്ട്. അങ്ങനെ വേണു ജലജയെ വിളിക്കുകയാണ്. അങ്ങനെ ജലജയോട് വേണു സംസാരിക്കുന്നുണ്ട്. ആ സമയം ജലജ അവന്തിക വന്ന കാര്യം വേണുവിനോട് പറയുകയാണ്. ആ സമയം വേണു ജാനകിയോട് പറയുന്നുണ്ട്, അവന്തികയും കൂട്ടി നീ പുറത്തോട്ട് വാ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വേണു അനാമികയും കൂട്ടി ജലജയെ അവന്തികയെ കാണാൻ വേണ്ടി പുറത്തോട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് വേണു അനാമികയോട് പറയുന്നുണ്ട്, മോൾ അവന്തികയുമായി നല്ല രീതിയിൽ തന്നെ ഒരു ബന്ധം സ്ഥാപിക്കണം. അവന്തിക പറഞ്ഞാൽ അനന്തപുരിയിൽ എന്തു നടക്കും? എന്തായാലും ജലജയുടെ മകളല്ലേ, അവൾക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അവൾ വന്നതിന് ശേഷമാണ് മൂർത്തി ജ്വല്ലറി തകർച്ച ആരംഭിച്ചത്. അച്ഛന്റെ ഊഹ ശരിയാണെങ്കിൽ അവൾ അനന്തപുരിയെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങോട്ട് വന്നത് എന്നൊക്കെ വേണു പറയുകയാണ്. അങ്ങനെ ജലജയെ അവന്തികയെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ വേണു അവന്തികയോട് പറയുകയാണ്, മോളുടെ അച്ഛൻ്റെ അതേ അവസ്ഥ തന്നെയാണ് എൻ്റെ മോൾക്കും അനന്തപുരിയിൽ ഉണ്ടായത്. എൻ്റെ പാവം മോളെ അവരെല്ലാവരും കൂടി പുറത്താക്കിയതാണ്. ഇവളുടെ ഭർത്താവ് അനി എന്ന് പറയുന്നവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. അവിടെയുള്ള നയനയില്ലേ, അവളുടെ അനിയത്തിയുമായിട്ടാണ് ബന്ധം. അങ്ങനെ അവരെല്ലാവരും കൂടി എൻ്റെ മകളെ അവിടെ നിന്ന് പുറത്താക്കി. ആ സമയം അനാമിക കരയുന്നത് പോലെ ഭാവിക്കുന്നുണ്ട്. അത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, ഞാൻ നാട്ടിലോട്ട് വന്നത് അനന്തപുരിയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക, മൂർത്തി ജ്വല്ലറിയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശം വെച്ചാണ്. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണം. അതുപോലെ തന്നെ അനന്തപുരിയിലേക്ക് വീണ്ടും കയറാൻ അനാമികയെ ഞാനും സഹായിക്കാം എന്നൊക്കെ പറയുകയാണ് അവന്തിക. അത് കേട്ടപ്പോൾ അനാമികയ്ക്ക് വേണുവിന് വലിയ സന്തോഷമാവുകയാണ്. ആ സമയം ജലജ പറയുന്നുണ്ട്, എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ആ സമയം അവന്തിക പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയിലെ ഇപ്പോഴത്തെ MD അനിയാണ്. അനിയുടെ സഹായത്തിന് ഞാനും ആ ആദർശ് എന്ന് പറയുന്നവനെ മുത്തശ്ശൻ MD സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അതുപോലെ തന്നെ അനിയെയും പുറത്താക്കണം. പിന്നെ മൂർത്തി ജ്വല്ലറിയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക ഞാനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെയാണ് കാര്യങ്ങളെല്ലാം നടക്കുക. പിന്നെ നിങ്ങളുടെ കാര്യം ഞാൻ എന്തായാലും പരിഗണിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക. അത് കേട്ടപ്പോൾ വേണുവിനും അനാമികയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ അനാമികയെ വേണു വളരെ സന്തോഷത്തോടു കൂടി അടന്ന് പോകുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ വിവാഹം കഴിക്കാനുള്ള കാര്യം മുത്തശ്ശനോട് സംസാരിക്കുകയാണ് അനി. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് അവന്തിക കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്തിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അവർ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കരുത്. നന്ദുവിനെ അനി വിവാഹം കഴിച്ചാൽ പിന്നെ ഒരു കള്ളത്തരങ്ങൾ നടക്കില്ല. അങ്ങനെ അവന്തിക വിവാഹം മുടക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവന്തിക മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഒരു വീട്ടിൽ 3 പേര് ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? മാത്രമല്ല അത് നടന്നു കഴിഞ്ഞാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുമാത്രമല്ല ജാനകി അപ്പച്ചിക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. അതുമാത്രമല്ല നന്ദൂര് വീട്ടുകാർക്കും സമ്മതമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ശരിയാണ് മോളെ, പക്ഷേ അനിയുടെ മനസ്സ് കൂടി കാണണമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അവന്തിക ജാനകിയുടെ അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. മുത്തശ്ശനോട് അനി അന്തുവിനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ട കാര്യമെല്ലാം അവന്തിക പറയുന്നുണ്ട്. നിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, അതെല്ലാം വെറുതെയാണെന്ന് ദേഷ്യത്തോടു കൂടി ജാനകി അനിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. ജാനകി പറഞ്ഞത് കേട്ട് അനിക്ക് വല്ലാത്ത വിഷമമാവുകയാണ്. ആ സമയം ദേഷ്യത്തോടു കൂടി അനി പറയുന്നുണ്ട്, ഇതുവരെ അമ്മയുടെ തീരുമാനം നടന്നു, ഇനി ഒരിക്കലും അമ്മ കരുതിയതുപോലെ നടക്കാൻ പോകുന്നില്ല. നന്ദുവിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയൊരു വിവാഹം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി അനി അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അനാമിക അനിയെ വിളിക്കുന്നുണ്ട്. അനാമികയുടെ ഫോൺ കോൾ കണ്ടപ്പോൾ ദേഷ്യത്തോടു കൂടി അനി പറയുന്നുണ്ട്, നീ അടുത്ത പ്ലാനുമായിട്ട് വന്നതാണോ? എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു തെറ്റ് പറ്റിയെന്നും തന്നോട് ക്ഷമിക്കണമെന്നും അനാമിക പറയുന്നുണ്ട്. നിന്നോട് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ അനിയുടെ മനസ്സ് ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അനാമിക അവന്തികയെ കൂട്ടുപിടിച്ച് അനന്തപുരിയിൽ കയറാനുള്ള
പുതിയ പ്ലാൻ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്.